السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിലെ കിതാബു സിയാമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ കിതാബിലെ അവസാനത്തെ ഉപാധ്യായമാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ള അദ്ദേഹം അടുത്ത ഉപാധ്യമായി നൽകി ബാബുൻ അൽ ഇഅ്തികാഫു, ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. സഹോദരങ്ങളെ, അൽ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ, അൽ ഉകൂഫ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിൻ്റെ ഭാഷാർത്ഥം ലുസൂമു ശൈഇ വഹബ്സുൻ നഫ്സി അലൈഹി, ഒരു കാര്യത്തിൽ സ്ഥിരത പാലിക്കുക, അതേപോലെ തന്നെ സ്വന്തത്തെ, സ്വശരീരത്തെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തുക. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുപാട് സമയം ചിലവഴിക്കുക എന്നതിനാണ് ഭജനമിരിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇതാണ് ഭാഷയിൽ അൽ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സ്ഥലത്ത് കഴിഞ്ഞുകൂടുക എന്നത് ഖൈറിൻ്റെ കാര്യത്തിലും ഷർറിൻ്റെ കാര്യത്തിലും ഉണ്ടാകും. ഒരാൾ നന്മയിൽ, ഇബാദത്തിൽ ഒരു സ്ഥലത്ത് ഒരുപാട് സമയം ചിലവഴിക്കുക, കഴിച്ചുകൂട്ടുക എന്നതിന് അൽ ഉകൂഫ്, അൽ ഇഅ്തികാഫ് എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഒരാൾ ഷർറിൻ്റെ കാര്യത്തിൽ, ദലാലത്തിൻ്റെ കാര്യത്തിൽ, വഴികേടിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥലത്ത് സമയം ചിലവഴിക്കുകയാണെങ്കിൽ, അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അവിടെയും അൽ ഉകൂഫ്, അൽ ഇഅ്തികാഫ് എന്ന വാക്ക് പ്രയോഗിക്കും. പരിശുദ്ധ ഖുർആനിൽ ഇതിന് രണ്ടിനും ഉദാഹരണമുണ്ട്. സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിൻ്റെ മഖാമിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത്. മറ്റൊരു സന്ദർഭം ബാത്തിലിൻ്റെ, ദലാലത്തിൻ്റെ വിഷയത്തിൽ ഒരാൾ അങ്ങനെ കഴിഞ്ഞുകൂടുക എന്നതിന് സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാം. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചോദ്യമാണത്. അദ്ദേഹം ചോദിച്ചു, മാ ഹാദിഹി തമാസീലു അല്ലതി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഈ കഴിച്ചുകൂട്ടുന്ന, ഈ ഇഅ്തികാഫിരിക്കുന്ന, ഭജനമിരിക്കുന്ന ഈ ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, എന്താണിതൊക്കെ, എന്താണിതിനെ കൊണ്ടുള്ള കാര്യം എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അവിടെയും അൻതും ലഹാ ആകിഫൂൻ എന്നാണ് പ്രയോഗിച്ചത്. ഇതാണ് സഹോദരങ്ങളെ ഭാഷയിൽ അൽ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഒരു സ്ഥലത്ത് കഴിഞ്ഞുകൂടുക, കഴിച്ചുകൂട്ടുക,
അവിടെ സ്വന്തത്തെ പിടിച്ചു നിർത്തുക എന്നതിനൊക്കെ ഇഅ്തികാഫ് എന്ന് പറയും. ശറഇൽ അൽ ഇഅ്തികാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ലുസൂമുൽ മസ്ജിദി ലിൽ ഇബാദ, ഇബാദത്തിന് വേണ്ടി പള്ളിയിൽ കഴിഞ്ഞുകൂടുക എന്നതിനാണ് ശറഇൽ അൽ ഇഅ്തികാഫ് എന്ന് പറയുക. അതാണ് ഇഅ്തികാഫ്. നമുക്കറിയാം, ഒരു വാക്ക് ഭാഷയിൽ അതിനർത്ഥം ഉണ്ടാവും, ശറഈയായി അതിനൊരർത്ഥം ഉണ്ടാവും. നാട്ടിൽ പൊതുവേ ചിലപ്പോൾ അർത്ഥം പറയും. അതിനൊരു ഉദാഹരണം അസ്സലാത്ത് എന്ന വാക്കാണ്. സ്വലാത്ത് എന്നാൽ അതിൻ്റെ ഭാഷാർത്ഥം പ്രാർത്ഥന എന്നാണ്. ശറഈയായി അതിനൊരർത്ഥമുണ്ട്, നിസ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം. നാട്ടിൽ പൊതുവേ സ്വലാത്തിന് പോകാന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കുക എന്താണ്? ബിദ്അത്തിൻ്റെ ആളുകൾ നടത്തുന്ന സ്വലാത്ത് മജ്ലിസിലേക്ക് പോവുക എന്നാണ് പൊതുവെ ആളുകൾ മനസ്സിലാക്കുക. നാട്ടിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വേഗം ഓർമ്മ വരിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്താണ്. അപ്പം ഇങ്ങനെ ഒരു വാക്കിന് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അർത്ഥം പറയും. അറബിയിലെ ഭാഷാപരമായ പ്രയോഗങ്ങളാണ്. അൽ ഇഅ്തികാഫ് എന്ന വാക്കിന് സഹോദരങ്ങളെ ഈ രൂപത്തിൽ അർത്ഥം പറയും. ഒരു ഫായിദ, ഒരു ഗുണപാഠം എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഏതായിരുന്നാലും മസ്ജിദിൽ കഴിഞ്ഞുകൂടുക എന്നതിനാണ് ഇഅ്തികാഫ് എന്ന് ശറഈൽ പറയുക. അഥവാ മസ്ജിദിൽ ഇബാദത്തിന് വേണ്ടി കഴിഞ്ഞുകൂടുക. ഇത് സഹോദരങ്ങളെ ശറഈൽ ഈ ദീനിലുള്ള ഇബാദത്താണ് ഇഅ്തികാഫ് എന്നത്. ഇഅ്തികാഫ് എന്നത് ഈ ദീനിൽ അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ള, അംഗീകരിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സഹോദരങ്ങളെ ഇഅ്തികാഫ് കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യം? ഇഅ്തികാഫ് എന്നാൽ പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് റമദാനിൽ അവസാനത്തെ 10 ദിവസവും ഇഅ്തികാഫ് ഇരിക്കുക എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് അതിൻ്റെ പരിപൂർണമായ ഇഅ്തികാഫിൻ്റെ രൂപം. ഇപ്പോൾ കഴിഞ്ഞ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്ന രൂപം. അവിടുന്ന് ആദ്യകാലത്ത് റമദാനിൻ്റെ ആദ്യത്തിൽ 10 ദിവസം ഇരിക്കാറുണ്ടായിരുന്നു. പിന്നീടത് രണ്ടാമത്തെ 10-ലാക്കി. പിന്നീട് അവസാനം അവിടുത്തേക്ക് മനസ്സിലായി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തു, ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10-ലാണ് ഉണ്ടാവുക. അതിനുശേഷം അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10-ലാണ് ഇഅ്തികാഫ് ഇരുന്നിരുന്നത് എന്നത് വ്യക്തമാണ്. ഇഅ്തികാഫ് എന്നത് സഹോദരങ്ങളെ ഈ അവസാനത്തെ 10 ദിവസവും ഒരാൾ പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി കഴിച്ചുകൂട്ടുക എന്നത് മഹത്തരമായ കാര്യമാണ്. അങ്ങനെ ഒരാൾ കഴിച്ചുകൂട്ടിയാൽ ഇൻഷാ അള്ളാഹ് അയാൾക്ക് ലൈലത്തുൽ ഖദ്റിൻ്റെ ആ മഹത്തായ രാത്രി ലഭിച്ചിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഇഅ്തികാഫിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നതാണ്. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ആത്മാവ് എന്നത് ഉഖൂഫുൽ ഖൽബി അലല്ലാഹി തആല വജംഇയ്യതുഹു അലൈഹി വൽ ഖൽവതു ബിഹി വൽ ഇൻഖിതാഉ അനിൽ ഇസ്തിഗാലി ബിൽ ഖൽഖ് വൽ ഇസ്തിഗാലു ബിഹി വഹ്ദഹു സുബ്ഹാനഹു. അദ്ദേഹം സുദീർഘമായി ഇഅ്തികാഫിൻ്റെ ലക്ഷ്യം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഇഅ്തികാഫിൻ്റെ ലക്ഷ്യവും ആത്മാവും? ഒരു മനുഷ്യൻ്റെ, ഒരു അടിമയുടെ ഹൃദയം അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മുന്നിൽ പിടിച്ചു നിർത്തുക, അവന് വേണ്ടി ഇബാദത്തുകളിലായി കഴിച്ചുകൂട്ടാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാക്കുക എന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു മാത്രമായി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ഒറ്റക്കിരിക്കുക എന്നതാണ് ഇഅ്തികാഫിൻ്റെ ലക്ഷ്യം. അതാണ് ഇഅ്തികാഫിൻ്റെ ആത്മാവ്. പടപ്പുകളുമായുള്ള ബന്ധങ്ങൾ, അവരുമായി ഉള്ള ഇടപാടുകൾ നിർത്തിവെച്ച് അത് വിച്ഛേദിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി മാത്രം
അങ്ങനെ കഴിച്ചുകൂട്ടുക എന്നതാണ് സഹോദരങ്ങളെ ചുരുക്കി പറഞ്ഞാൽ ഇഅ്തികാഫിൻ്റെ ലക്ഷ്യം. നമ്മൾ സാധാരണ കാണാറുള്ളത് എല്ലാവരും അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമയത്ത് വരും, കുറച്ച് ചായയും ഉറങ്ങാനുള്ള പുതപ്പും തലയണയൊക്കെ എടുത്തു വരും. അങ്ങനെ വന്ന് കയറി വരുമ്പം തന്നെ കുറേ ആളുകളുണ്ടാവും, വിശേഷങ്ങൾ പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് ചായയൊക്കെ കുടിച്ച് എന്നിട്ട് വുളു എടുത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് കുറച്ച് ഖുർആൻ ഓതി പിന്നെ ഒന്ന് പുറത്തിറങ്ങി. ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ ഇഅ്തികാഫിന് സമയം കഴിച്ചു കൂട്ടാറുള്ളത്. വാസ്തവത്തിൽ അല്ലാഹുൽ മുസ്തആനു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഇഅ്തികാഫ് ആവുകയില്ല എന്നാണ്. എത്രത്തോളം എന്നാൽ റമദാനിലെ അതിന് മുന്നേ ഉള്ള 20 ദിവസങ്ങളിലും അയാൾ വീട്ടിലായിരിക്കെ ചിലപ്പോൾ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടാകും. സംസാരത്തിലും വാക്കുകളിലുമൊക്കെ സൂക്ഷ്മത പാലിച്ച മനുഷ്യനായിരിക്കും. അവസാനത്തെ 10-ൽ പള്ളിയിലേക്ക് വന്നാൽ പിന്നെ സംസാരിക്കുന്നത് ഒരാളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, പല വിഷയം അപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചർച്ചയിലുണ്ടാകും. ആളുകളെക്കുറിച്ച് ചർച്ച ഉണ്ടാവും, പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ഉണ്ടാവും. 10-20 ദിവസം കാത്തു സൂക്ഷിച്ച റമദാനിൻ്റെ ആ ഒരു ആത്മചൈതന്യം ചിലപ്പോൾ ഇഅ്തികാഫിൻ്റെ പേരിൽ വന്ന് നഷ്ടപ്പെട്ടു പോകും. നഊദു ബില്ലാഹി മിൻ ദാലിക്. അല്ലാഹുവിൽ അഭയം, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒരുമിച്ച് കൂടലല്ല. നീ ആ പള്ളിയിലാ, ഞാൻ ആ പള്ളിയിൽ, ഞാൻ എടുത്തില്ല, ഞാൻ എടുത്തു, ഇത്ര മണിക്ക് അങ്ങനെ ഒരാൾ പറഞ്ഞ് പോയി അങ്ങനെ ഒരുമിച്ച് കൂടി ഇരുത്തം അല്ല ഇഅ്തികാഫ് കൊണ്ടുള്ള ഉദ്ദേശം. ഇതല്ല ഇഅ്തികാഫിൻ്റെ ആത്മാവ് എന്നുള്ളത്. ഇഅ്തികാഫിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നത് അതല്ല. ശരിയാണ്, നമുക്ക് ഇബാദത്തിന് കൂടുതൽ മനസാന്നിധ്യവും സൗകര്യവും സാഹചര്യവും ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് ദീനി വിജ്ഞാന സദസ്സുകൾ ഒക്കെ ലഭിക്കുന്ന അങ്ങനെയുള്ള മസ്ജിദുകൾ അന്വേഷിച്ച് പോവുകയും അവിടെ ഇഅ്തികാഫ് ഇരിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മളൊരു ഖൈർ ഉദ്ദേശിച്ചിട്ട് ഷെറിൽ അകപ്പെട്ടു പോകാൻ പാടില്ല എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. സമയം എന്നത് അമൂല്യമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി അത് വളരെ കുറച്ചേ ഉള്ളൂ, ഒരു രാത്രിയാണത്. ആ രാത്രിക്ക് വേണ്ടി പരിശ്രമിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ചിരിയും തമാശയും കളിയും ചായ കുടിയും കുശലാന്വേഷണവും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മിൽ പലരും ഇഅ്തികാഫിൻ്റെ സന്ദർഭത്തിൽ കൂടുതൽ സമയം ചിലവഴിച്ച് കാണുക. അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ സാധനം, നമ്മുടെ കയ്യിലുള്ള ഉപകരണം എന്നത് ഒന്നുമല്ലെങ്കിലും അത് നമ്മൾ തുറന്നു നോക്കും. ഖുർആൻ ഒന്നുണ്ടോ, ഇപ്പുറത്ത് പരിപാടി എടുക്കുന്നുണ്ടാവും. ഇതൊക്കെ സഹോദരങ്ങളെ ഇഅ്തികാഫിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തകർക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞത് ഏതായാലും കഴിഞ്ഞു, അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ളത് മുതലെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറഞ്ഞു വന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ അതാണ് പ്രധാനമായിട്ടുള്ളത്. റബ്ബുമായി ഒരടിമക്ക് ഒറ്റക്കിരിക്കാനുള്ള സാഹചര്യമാണ് ഇഅ്തികാഫ്. അതിനാണ് പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് വീട്ടിലിരുന്നാൽ മതിയല്ലോ. പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് ഇരുന്നാൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് ഓർത്ത് റബ്ബിനുള്ള ഇബാദത്തിൽ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. പടപ്പുകളുമായുള്ള ബന്ധങ്ങൾ, അവരുമായുള്ള കാര്യങ്ങൾ അത് നമ്മൾ അങ്ങേയറ്റം ചുരുക്കണമെന്നുള്ളതാണ്. കാരണം ഈ ഒരു സന്ദർഭം, ഇഅ്തികാഫിൻ്റെ സന്ദർഭം എന്നത് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വേറിട്ട് ഇതിനായി ഒരുങ്ങി വരുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, ഇഅ്തികാഫിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. പഴയ കാലത്ത് ഇഅ്തികാഫ് ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും
അവരോട് രണ്ടുപേരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായി കാണാം. അൻ തഹിറ ബൈതിയ ലിത്തായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. കഅബ പടിഞ്ഞു, അല്ലാഹുവിൻ്റെ ഭവനം പടുത്തുയർത്തു. എന്നിട്ട് അവരോട് രണ്ടുപേരോടുമായി അല്ലാഹു കൽപ്പിക്കുകയാണ്, എൻ്റെ ഭവനം അത് നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക്, ഇഅ്തികാഫിന് വരുന്ന ആളുകൾക്ക്, റുകൂഇനും സുജൂദിനുമായി അഥവാ ഇബാദത്തുകൾക്ക് നിസ്കാരത്തിന് വരുന്ന ആളുകൾക്ക് വേണ്ടി എൻ്റെ ഭവനം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുകയാണ്. അത് പഴയ കാലത്തെ ഉണ്ടായിരുന്നു എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിൻ്റെ ദീനിൽ ശറഅാക്കപ്പെട്ട, അല്ലാഹുവിൻ്റെ ദീനിലുള്ള ഒരു മഹത്തായ ഇബാദത്താണ് അൽ ഇഅ്തികാഫ് എന്ന ഇബാദത്ത്. ഈ അധ്യായത്തിൽ അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം ആദ്യമായി കൊണ്ടുവന്ന ഹദീസ് عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كان يعتكف في العشر الأواخر من رمضان حتى توفاه الله عز وجل ثم اعتكف أزواجه بعده. عائشة رضي الله عنها നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി അവർ റിവായത്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു, അവിടുത്തെ അള്ളാഹു വഫാത്താക്കുന്നത് വരേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരേക്കും അവിടുന്ന് റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ثم اعتكف أزواجه بعده. അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ പത്നിമാർ, ഭാര്യമാർ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. വഫീ ലഫ്ദിൻ, മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമളാന. അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമളാനിലും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫഇദാ സല്ലൽ ഗദാത ജാഅ മകാനഹു അല്ലദി ഇഅ്തകഫ ഫീഹി. അങ്ങനെ അവിടുന്ന് ഫജ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടുത്തേക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി വെക്കപ്പെട്ട, ഇഅ്തികാഫിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു. ഈ ഹദീസിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഈ ഹദീസിലെ ഗുണപാഠം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി അവിടുത്തെ വഫാത്ത് വരെ ഈ ഇബാദത്ത് ചെയ്തിരുന്നു, അഥവാ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അൽ മുദാവമ എന്ന കാര്യം ഈ ഹദീസിലുണ്ട്. അവിടുന്ന് വഫാത്ത് വരേക്കും തുടർന്നിരുന്നു, അവിടുന്ന് ഉപേക്ഷിച്ചിരുന്നില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഇഅ്തികാഫിന് വേണ്ടി മസ്ജിദിൽ ഒരു സ്ഥലം, ഒരു ഖൈമ അതല്ലെങ്കിൽ ഒരു ടെൻറ്റ് അതുപോലെയുള്ള കാര്യം സജ്ജീകരിച്ചിരുന്നു. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം അനുവദനീയമാണ്. ഒരു മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നത് അനുവദനീയമാണ്. അഥവാ മറ്റുള്ള നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ. നമുക്ക് സാധാരണ പള്ളിയുടെ മുകളിലോ അല്ലെങ്കിൽ പുറത്തെ പള്ളിയിലോ അങ്ങനെ സൗകര്യമുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ മസ്ജിദ് തന്നെ പള്ളിയായിരിക്കണം, ഇഅ്തികാഫ് മസ്ജിദിലായിരിക്കണം. അങ്ങനെ ആളുകൾക്ക് പൊതുവെ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഈ രൂപത്തിൽ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രത്യേകമായ കാര്യം സ്വീകരിച്ചിരുന്നു. അത് കൂടുതൽ ഒറ്റയ്ക്കിരിക്കാൻ നമ്മെ സഹായിക്കും. ഇന്നത്തെ കാലത്ത് പ്രത്യേകം ഒരു ആ രൂപത്തിലുള്ള കാര്യം നമുക്ക് ലഭ്യമാണ്. കൊതുകടിക്കാതിരിക്കാനും ആളുകൾ പെട്ടെന്ന് സംസാരിക്കാൻ വരാതിരിക്കാനൊക്കെ നമുക്കത് ഉപയോഗപ്പെടും. അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു ഖൈമ അതുപോലെയുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അവിടുന്ന് സുബഹ് നിസ്കാര ശേഷം
അതിലേക്ക് പ്രവേശിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 21 സുബഹി നിസ്കാര ശേഷമാണ് ഈ പ്രത്യേകമായ സ്ഥലത്തേക്ക് കയറാറുള്ളത്. അപ്പം അതിനർത്ഥം അവിടുന്ന് രാവിലെ 21 രാവിലെ അല്ല ഇഅ്തികാഫ് ആരംഭിച്ചത്. പിന്നെ എപ്പോഴാണ്? കഴിഞ്ഞ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട ഹദീസ് വിശദീകരിച്ചപ്പോൾ ചുരുക്കി പറഞ്ഞു എന്നാണ് ഓർമ്മ. എപ്പോഴാണ് ഒരാൾ ഇഅ്തികാഫിന് വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്? 20ാമത്തെ നോമ്പ് മുറിക്കുമ്പോൾ, അഥവാ അതിൻ്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ആ മസ്ജിദിൽ എത്തിയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മസ്ജിദിൽ ഉണ്ടാകും. എന്നാൽ പ്രത്യേകമായ സ്ഥലത്തേക്ക് അവിടുന്ന് സജ്ജീകരിച്ചിട്ടുള്ള ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുക 21 ഫജ്ർ നിസ്കാരത്തിന് ശേഷമായിരിക്കും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയാനുള്ള കാരണം? 20 പള്ളിയിൽ ഉണ്ടായാലേ 21 രാവ് ലൈലത്തുൽ ഖദറിൻ്റെ രാവായി പ്രതീക്ഷിക്കാവുന്ന രാവാണ്. അതൊരാൾക്ക് കിട്ടണമെങ്കിൽ ഒരാൾ എപ്പോൾ പ്രവേശിക്കണം? 20ാമത്തെ നോമ്പ് പൂർത്തിയാകുമ്പോൾ അയാൾ പള്ളിയിൽ ഉണ്ടായാൽ മാത്രമേ ആ സൂര്യാസ്തമനം മുതൽ അയാൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ ആ പ്രതീക്ഷിക്കുന്ന രാവ് കിട്ടുകയുള്ളൂ. അപ്പം ഇങ്ങനെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ഈ ഇബാദത്ത് ചെയ്യാറുണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെയാണ് ആ ഇഅ്തികാഫിന് പ്രവേശിച്ചിരുന്നത് എന്ന് കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഅ്തികാഫ് കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ രാവ് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാവ് കിട്ടുക എന്നതാണ് അങ്ങനെ ഒരാൾ ഒറ്റക്കിരുന്ന് ഇബാദത്തിൽ കഴിഞ്ഞുകൂടി സമയം ചിലവഴിക്കുമ്പോൾ അതിലൂടെ പ്രതീക്ഷിക്കേണ്ടത്. ഹദീസിൽ കാണാം, ഹത്താ തവഫാഹുല്ലാഹ്, അള്ളാഹു അവിടുത്തെ വഫാത്താക്കുന്നത് വരേക്കും അവിടുന്ന് ഇത് തുടർന്നിരുന്നു. അതിലുള്ള ഒരു ഗുണപാഠം എന്നത് ഇഅ്തികാഫ് എന്ന ഈ നിയമം, ഇഅ്തികാഫ് എന്ന ഈ ഇബാദത്തിൻ്റെ നിയമം അത് മുഹ്കമാണ്, ഖണ്ഡിതമാണ്. അതിൽ നസ്ഖ് വന്നിട്ടില്ല അവിടുത്തെ വഫാത്ത് വരേക്കും. ചില കാര്യങ്ങൾ ദീനിൽ അള്ളാഹു ശറഅാക്കിയത് പിന്നീട് ചിലപ്പോൾ ദുർബലപ്പെടുത്തും. എന്നിട്ട് വേറെ അതിന് പകരം അതിനേക്കാൾ നല്ലത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കും. അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യം. അങ്ങനെ നസ്ഖ് എന്നൊരു കാര്യം, ചില കാര്യങ്ങൾ ദുർബലപ്പെടുത്തുക എന്ന കാര്യം ദീനിലുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്ത് വരെ ഒരു കാര്യം തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ദുർബലപ്പെടുകയില്ല. അവിടുന്ന് അവസാന കാലം വരെ ഒരു കാര്യം തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ദീനിൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്നതാണ് അറിയിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് വരെ ഇഅ്തികാഫ് തുടർന്നിരുന്നു. ശേഷം നമുക്ക് കാണാം, സുമ്മ അഅ്തകഫ അസ്വാജുഹു ബഅദഹു, അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മസ്അല, ഇഅ്തികാഫ് എന്നത് പള്ളിയിലാണ് സ്വീകാര്യമാവുകയുള്ളൂ. ഇഅ്തികാഫ് പള്ളിയിലായിരിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, പ്രത്യേകമായി ജുമുഅയുള്ള മസ്ജിദ് തിരഞ്ഞെടുക്കലാണ് ഒരാൾക്ക് അഭികാമ്യം. കാരണം ഇഅ്തികാഫിന് വേണ്ടി പ്രവേശിച്ചാൽ പിന്നീട് നമുക്കടുത്ത ഹദീസ് വരും, അത്യാവശ്യത്തിനല്ലാതെ പുറത്തേക്ക് ഇറങ്ങുക എന്നത് പാടില്ലാത്തതാണ്. അപ്പോൾ ഒരാൾക്ക് ആ ഒരു ഇറക്കം ഒഴിവാക്കാൻ ജുമുഅയുള്ള മസ്ജിദിൽ തന്നെ ഇഅ്തികാഫ് ഇരിക്കുക എന്നതാണ് ഉത്തമം. അപ്പം അങ്ങനെ പള്ളിയിലാണ് ഇഅ്തികാഫ് സ്വീകരിക്കപ്പെടുക. ഇഅ്തികാഫ് എന്നത് മസ്ജിദിലായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കൂ, സുമ്മ അഅ്തകഫ അസ്വാജുഹു ബഅദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവിടുത്തെ വഫാത്തിന് ശേഷം ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫ് എന്ന ഇബാദത്ത് സ്ത്രീകൾക്കും ശറഅാക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇഅ്തികാഫ് അനുവദനീയമാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയാനുള്ള കാരണം? സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ്, നിസ്കരിക്കാൻ ജുമുഅ ജമാഅത്തുകൾക്ക് പോവൽ ഹറാമാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. വാസ്തവത്തിൽ നോക്കൂ നിങ്ങൾ, ഇഅ്തികാഫിന് പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരിക്കാമെങ്കിൽ നിസ്കാരത്തിന് എന്തായാലും ഒരു സ്ത്രീക്ക് പോവാം എന്നത് പണ്ഡിതന്മാർ തെളിവുപിടിച്ച ഹദീസുകളിൽപ്പെട്ടതാണിത്.
അപ്പോൾ സ്ത്രീകൾക്ക് ഇഅ്തികാഫ് മശ്റൂ ആണ്. എന്നാൽ സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകൾ ഇഅ്തികാഫ് ഇരിക്കുന്ന മസ്ജിദ് അവിടെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഫിത്നകളോ കുഴപ്പങ്ങളോ ഉണ്ടാവാൻ പാടില്ല. അവർ നിർഭയരായിരിക്കണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു നാട്ടിൽ ഒരു പള്ളിയുണ്ട്, അവിടെ പുരുഷന്മാരാരും ഇഅ്തികാഫിന് വരുന്നില്ല, പക്ഷെ അവിടെ സ്ത്രീകൾക്ക് ഇഅ്തികാഫിന് പോയിരിക്കണം. രണ്ട് പെണ്ണുങ്ങൾ വിചാരിക്കുകയാണ് ഇഅ്തികാഫിന് പോയിരിക്കണം. അത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു നിർഭയത്വമില്ലാത്തൊരവസ്ഥയാണ്. അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കാണാവുന്നത് പോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലൊന്നും ഒരു മറയുണ്ടാവുകയില്ല. കൂടിക്കലരുന്ന ഒരു സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല എന്നാണ്. കാരണം ഒരു സുന്നത്ത് എടുക്കാൻ പോയിട്ട് തെറ്റുകൾ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പം അത്തരത്തിലുള്ള ഫിത്നകൾ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അത് ജമാഅത്തുകൾക്കായാലും ഒക്കെ ബാധകമാണ്. അങ്ങനെ ഒരു സ്ത്രീ ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് നിർഭയത്വമുള്ള ഒരു സാഹചര്യത്തിലാണ് അവർക്ക് പോവൽ അനുവദനീയമായിട്ടുള്ളത്. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ പണ്ഡിതന്മാർ പ്രത്യേകമായി സൂചിപ്പിച്ച ഒരു കാര്യമാണ്, സ്ത്രീകളുടെ രക്ഷാധികാരികൾ അതല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ അനുവാദത്തോടു കൂടിയായിരിക്കണം പോകേണ്ടത്. അവർ അനുവാദം ചോദിച്ചാൽ തടയരുത് എന്നത് മറ്റൊരു കാര്യം. അനുവാദം ഉണ്ടായിരിക്കണം ഒരു സ്ത്രീക്ക് പുറപ്പെട്ടു പോകണമെങ്കിൽ. ചില ആളുകൾ വീട്ടിലെ കാര്യങ്ങളൊന്നും പരിഗണിക്കില്ല, പക്ഷേ പള്ളിയിൽ പോക്ക് വാജിബായിട്ട് കാണും. ഏറ്റവും വലിയ മസ്ലഹത്ത് എന്താണ്? ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്വം വീട്ടിലെ കാര്യങ്ങൾ നോക്കലാണ്. അതൊക്കെ മറന്നിട്ട്, ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഇബാദത്തിന് വേണ്ടി പുറപ്പെട്ടു പോവുക എന്നതല്ല, മറിച്ച് വലിയിൻ്റെ ഭർത്താവിൻ്റെ അനുവാദം നേടിയെടുക്കണം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇവിടുത്തെ കാര്യങ്ങൾ ശരിയായിരിക്കണം. അപ്പം അത് സ്ത്രീകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, പ്രായം ചെന്ന സ്ത്രീകൾ അതല്ലെങ്കിൽ വിവാഹിതരായ സ്ത്രീകൾ അവർക്ക് മാത്രമാണോ അനുവദനീയമായിട്ടുള്ളത്? അതല്ലാത്ത കന്യകമാരായ ചെറുപ്പക്കാരികളായ സ്ത്രീകൾക്ക് ഇഅ്തികാഫിന് പുറപ്പെട്ടു പോകാൻ പാടുണ്ടോ? ചർച്ചകളുണ്ട്. പണ്ഡിതന്മാർക്കിടയിലുള്ള രണ്ടഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായ അഭിപ്രായം എന്നത് അവർക്കും ഇഅ്തികാഫിന് പോവാം, പക്ഷേ ഈ പറഞ്ഞ രൂപത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് പോവേണ്ടതാണ് എന്ന് മാത്രം. ഇഅ്തികാഫ് എന്ന് പറഞ്ഞ് കല്യാണത്തിന് പോകുന്നവരെല്ലാവരും കൂടി പോവുക എന്നതല്ല. ഇസ്ലാമിക വസ്ത്രമൊന്നും ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ എല്ലാവരും കൂടി പോവുക, പള്ളിയിൽ ഒച്ചുണ്ടാക്കുക, അങ്ങനെയല്ല. പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്തുകൾക്കാണ്. അവിടെ പോയി സൊറ പറഞ്ഞിരിക്കാനും സംസാരിച്ചിരിക്കാനും കഥ പറയാനും ചിരിക്കാനും രസിക്കാനും അല്ല, മറിച്ച് പൊതുവേ ഉള്ള ഇസ്ലാമിക മര്യാദകളൊക്കെ പാലിക്കണം. അതിൻ്റെ കൂട്ടത്തിലാണ് നേരത്തെ പറഞ്ഞത് അനുവാദം ചോദിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും പോവാമെന്നുള്ളതാണ്. ഈ കാര്യത്തിന് പ്രത്യേകമായി ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഅ്തികാഫിന് അനുവാദം ചോദിച്ചപ്പോൾ അവിടുന്ന് അനുവാദം നൽകിയെന്ന് കാണാം. അവർ ചെറുപ്പക്കാരികളായിരുന്നു, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവാദം കൊടുത്തു എന്നതാണ് അതിനുള്ള തെളിവ്. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഇഅ്തികാഫ് അനുവദനീയമാണ്. ഈ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരു പെണ്ണിന് പള്ളിയിൽ ജമാഅത്തുകൾക്ക് പോകുന്നത് പോലെ തന്നെ ഇഅ്തികാഫിനും പോവാം, ഇഅ്തികാഫ് ഇരിക്കാം, ഇബാദത്തുകൾ നിർവഹിക്കാം. വലില്ലാഹിൽ ഹംദ്. വഫി ലഫ്ളിൻ, മറ്റൊരു ലഫ്ളിൽ വന്നതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഹദീസിൻ്റെ റിവായത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഫി ലഫ്ളിൻ, മറ്റൊരു റിവായത്തിൽ വന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമളാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമളാനിലും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാ വർഷവും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. റമളാനിലെ എല്ലാ ദിവസവും എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് എല്ലാ വർഷവും റമളാനിലെ അവസാനത്തെ 10 അവിടുന്ന് ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഫഇദാ സല്ലൽ ഗദാത ജാഅ മകാനഹു അല്ലദി ഇഅ്തകഫ ഫീഹി, നേരത്തെ പറഞ്ഞ വിഷയമാണത്. അവിടുന്ന്
സൊല്ല അൽ ഖദാത്ത എന്ന് പറഞ്ഞാൽ സുബഹ് എന്നാണ് അർത്ഥം. അവിടുന്ന് സുബഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടത്തേക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ പ്രത്യേകമായി ഒരുക്കി വെച്ച ആ സ്ഥലത്തേക്ക് അവിടുന്ന് വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ അവിടുന്ന് മസ്ജിദിൽ ഉണ്ടാകും, എന്നാൽ പ്രത്യേകമായ സ്ഥലത്തേക്ക് അവിടുന്ന് പ്രവേശിക്കുക 21-ൻ്റെ ഫജ്റിന് ശേഷമായിരിക്കും. ഇതാണ് സഹോദരങ്ങളെ ആദ്യമായി അദ്ദേഹം കൊടുത്ത 2 റിവായത്തുകൾ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്ത് വരേക്കും ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇഅ്തികാഫ് ഈ ദീനിലുള്ള ഒരു ഇബാദത്താണ്. അതിനുശേഷം അവിടുത്തെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അതിനുശേഷം അവിടുത്തെ ഭാര്യമാർ ആ ഇബാദത്ത് നിർവഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും ഈ ഇബാദത്ത് പള്ളിയിൽ വന്നുകൊണ്ട് നിർവഹിക്കാം എന്നത് ആ ഹദീസിൽ നിന്നും ലഭിക്കും. അതുപോലെ എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് പ്രത്യേകമായി ഇഅ്തികാഫിൻ്റെ സ്ഥലത്തേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്ന കാര്യവും ഈ റിവായത്തുകളിൽ വന്നു. അപ്പം അതിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായി ഒരു സ്ഥലമുണ്ടാക്കി അവിടെ ഒഴിഞ്ഞിരിക്കാൻ അങ്ങനെ ചെയ്യൽ ഒരാൾക്ക് അനുവദനീയമാണ്. മാത്രമല്ല അതാണ് കൂടുതൽ ഉത്തമം, അതാണ് കൂടുതൽ ഇഅ്തികാഫ് യാഥാർത്ഥ്യവൽക്കരിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യം. 10-20 ആളുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി ഖൈമയും കൊണ്ട് വന്നാൽ പള്ളിയിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പം അത് ഓരോരുത്തരും മസ്ലഹത്ത് നോക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തതായി അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു റിവായത്ത് എടുത്തു കൊടുക്കുകയാണ്. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ കാനത് തുറജ്ജിലു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഹായിദുൻ വഹുവ മുഅ്തകിഫുൻ ഫിൽ മസ്ജിദ് വഹിയ ഫീ ഹുജ്റതിഹാ യുനാവിലുഹാ റഅസഹു. ഈ ഹദീസ്, ഈ റിവായത്തുകൾ ഇഅ്തികാഫിൽ ഇരിക്കുമ്പോൾ ഒരാൾക്ക് എന്തൊക്കെയാണ് അനുവദനീയം എന്നറിയിക്കുന്ന ചില റിവായത്തുകളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ റിവായത്ത് ചെയ്യുന്നു, അവർ പറഞ്ഞു, അന്നഹ കാനത് തുറജ്ജിലു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഹായിദുൻ. അന്നഹ കാനത്ത് എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു. തുറജ്ജിലു എന്ന് പറഞ്ഞാൽ മുടി ചീകുന്നതിനാണ് തുറജ്ജിലു എന്ന് പറയുക. തർജീൽ എന്നാൽ മുടി ചീകുക എന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുടി ചീകി കൊടുക്കാറുണ്ടായിരുന്നു. വഹിയ ഹായിദുൻ, അവർ ആർത്തവകാരിയായിരിക്കെ. വഹുവ മുഅ്തകിഫുൻ ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ. വഹിയ ഫീ ഹുജ്റതിഹാ, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലാണ്. യുനാവിലുഹാ റഅസഹു, അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശിരസ്, അവിടുത്തെ തല ആയിഷ റളിയല്ലാഹു അൻഹക്ക് നീട്ടിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ മുടി ചീകി കൊടുക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഈ ഹദീസിലുള്ള ഗുണപാഠമെന്നത് ഇഅ്തികാഫിലിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശരീരം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗം പുറത്തേക്ക് കൊണ്ടുപോവുക എന്നത് അനുവദനീയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ സമയം പുറത്തു പോയി ഇരിക്കുക എന്നത് ഇല്ല. ഇഅ്തികാഫിലായിരിക്കുമ്പോൾ പള്ളിയിൽ സമയം ചെലവഴിക്കണം. അത്യാവശ്യത്തിന് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നതാണ് നിയമം. ഒരാൾ ഇഅ്തികാഫിലായിരിക്കെ ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ ശരീരം അല്ലെങ്കിൽ ശരീരത്തിലെ ഭാഗം അത് പുറത്തേക്ക് കൊണ്ടുപോവുക എന്നത് അനുവദനീയമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശിരസ് പുറത്തേക്ക് നീട്ടിക്കൊടുക്കുകയാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ഹുജ്റകൾ, അവർ താമസിക്കുന്ന വീടുകൾ പള്ളിയോട് ചേർന്നിട്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മസ്ജിദിൽ നിന്ന് തലയിട്ട് കൊടുത്താൽ അത്രയും അടുത്താണ്. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അത് ഒരാൾക്ക് ചെയ്യൽ അനുവദനീയമാണ് എന്നാണ് ഈ ഹദീസിലുള്ള ഒരു ഗുണപാഠം. മറ്റൊരു ഗുണപാഠം എന്നത് സഹോദരങ്ങളെ, ഇഅ്തികാഫിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വൃത്തിയാവുക, ശുദ്ധിയാവുക എന്നത് അനിവാര്യമാണ്. 10 ദിവസം ഒരാൾ ഇഅ്തികാഫ് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ്
കഴിഞ്ഞുകൂടുക. ദുർഗന്ധമായാലും വേണ്ടില്ല, വിയർപ്പായാലും വേണ്ടില്ല, തുണി അലക്കിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, അങ്ങനെ ഒരു സുഹുദിൻ്റെ അങ്ങേയറ്റം അഥവാ ഭൗതിക വിരക്തി കാണിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുക എന്നതല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ ഒരാൾ കഴിഞ്ഞുകൂടാൻ പാടില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ മസ്ജിദുകളിലും നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം. നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ അലങ്കാരം സ്വീകരിക്കണം. പള്ളികളിൽ പോകുമ്പോൾ അലങ്കാരം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കണം, നല്ല രൂപത്തിലായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത്. പല ആളുകളും സുബഹിസ്കാരത്തിന് വരിക കളിക്കാൻ പോകുന്ന പോലെയാണ്. രാത്രി ഉറങ്ങുമ്പോൾ ഇട്ടതാണോ ഇല്ലാത്തതാണോ അറിയില്ല, അള്ളാഹു ആലം. ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പഴയ തുണിയൊക്കെ കൊടുത്തിട്ട് പള്ളിയിലേക്ക് വരുന്നതായി കാണാം. പാടില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അലങ്കാരം സ്വീകരിക്കണമെന്ന് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ കോലത്തിൽ കല്യാണത്തിന് പോവോ, വിരുന്നിന് പോവോ, അങ്ങാടിയിൽ പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ നല്ല വസ്ത്രം ധരിക്കും. എങ്കിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നിൽക്കാൻ അർഹതപ്പെട്ടത് റബ്ബിൻ്റെ മുന്നിലാണ്, പള്ളിയിലാണ്. കാരണം മറ്റുള്ള ആളുകൾ അവർ തോളോട് തോള് ചേർത്ത് നമ്മോടൊപ്പം നിസ്കാരത്തിൽ അണിനിരക്കുന്നവരാണ്. അവർക്കൊരു പ്രയാസം ഉണ്ടാവരുത്. മാത്രമല്ല നമ്മുടെ നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ മലക്കുകളുണ്ടാകും. പ്രത്യേകിച്ച് സുബഹി നിസ്കാരത്തിൻ്റെ സമയത്ത്, അസ്ർ നിസ്കാരത്തിൻ്റെ സമയത്ത് അങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ടാകും. പൊതുവെ മലക്കുകളുണ്ടാകും, അവരുടെ സാന്നിധ്യമുണ്ടാകും. ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു ദുർഗന്ധമോ അങ്ങനെയുള്ള കാര്യമോ നമ്മുടെ അടുക്കൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എഅ്തികാഫിന് ഒരാൾ 10 ദിവസം പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാം വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയാണ്, വസ്ത്രത്തിൻ്റെ കുറവുണ്ടാവും. അതൊക്കെ നമ്മൾ ശരിയാക്കണം. കൃത്യമായി അലക്കണം, സുഗന്ധം ഉപയോഗിക്കണം, കുളിക്കണം, മുടി ചീകണം, ഇതൊക്കെ ചെയ്യണം എന്നത് ഈ ഹദീസിൽ നിന്നും കിട്ടുന്ന ഗുണപാഠമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നമുക്ക് അതിലൂടെ പഠിപ്പിച്ച് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഹദീസിലുള്ള മറ്റൊരു ഗുണപാഠം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിലായിരിക്കെ അവിടുത്തെ ഭാര്യ അവിടുത്തെ ശിരസ്, തല സ്പർശിച്ചു, അവിടുത്തെ ശരീരം സ്പർശിച്ചു. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഇഅ്തികാഫിന് യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. വലാ തുബാശിറൂഹുൻ, അവിടെ വലാ തുബാശിറൂഹുന്ന എന്നതിൻ്റെ അർത്ഥം അവരെ സ്പർശിക്കരുത്, അങ്ങനെയുള്ള പ്രയോഗമാണത്. പണ്ഡിതന്മാർ പറഞ്ഞു അൽ മുബാശറ എന്ന് പറഞ്ഞാൽ ഇവിടെ വികാരത്തോടു കൂടിയുള്ള സ്പർശനമാണ്. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതിൻ്റെ ആമുഖത്തിൽ ഏർപ്പെടുക, ഇതൊക്കെയാണ് വലാ തുബാശിറൂഹുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഇഅ്തികാഫിലായിരിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു സ്പർശനമോ ഇടപെടലോ പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്നാൽ സാധാരണഗതിയിലുള്ള സ്പർശനവും ഈ രൂപത്തിൽ ഇപ്പോൾ മുടിചീ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാം, അത് അയാളുടെ ഇഅ്തികാഫിനെ പൊളിച്ചു കളയുന്നില്ല എന്നത് ഈ ഹദീസിൽ നിന്നും കിട്ടുന്ന ഗുണപാഠമാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹാ വഹിയ ഹായിദുൻ, അവർ ആർത്തവകാരിയായിരുന്നു. ആർത്തവകാരിയായിരിക്കെ യഹൂദരും നസാറാക്കളും 2 തരത്തിലാണ് ആർത്തവകാരിയായ സ്ത്രീകളോട് പെരുമാറിയിരുന്നത്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ തീർത്തും അവർ ശുദ്ധിയാവുന്നത് വരെ മലിനമായ നജസായ ഒരവസ്ഥയിലാണ് സ്ത്രീകളെ കണക്കാക്കുക. നസാറാക്കൾ നേരെ തിരിച്ചാണ്, അവരിതൊന്നും പരിഗണിക്കുകയില്ല. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക വരെ ചെയ്യും. എന്നാൽ പരിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീൻ എന്നത് നീതിയുടെ, മനോഹാരിതയുടെ ദീനാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ എന്നത് ആർത്തവകാരികളായ സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും മനോഹരമായ നീതിപൂർണമായ നിലപാടാണ്. അവർ നജിസാണ് എന്ന നിലക്ക് പരിപൂർണമായി അവരെ ഉപേക്ഷിക്കുകയോ
അതല്ലെങ്കിൽ ഇതൊന്നും പരിഗണിക്കാത്ത രൂപത്തിൽ അവരോട് പെരുമാറുകയോ അല്ല ചെയ്യുക. മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു വിശ്വാസി ജീവിച്ചിരുന്നാലും മരിച്ചാലും ശുദ്ധിയുള്ളവരാണ്, ആണാവട്ടെ പെണ്ണാവട്ടെ. എന്നാൽ ഇവിടെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതുപോലെ ലൈംഗികമായ ഒരു ബന്ധം അത് ഈ കാലയളവിൽ ഉണ്ടാവുകയില്ല. അതല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ആർത്തവകാരിയായ സ്ത്രീയുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ അത് വ്യക്തമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അവർ ആർത്തവകാരിയായിരിക്കെ അവിടുന്ന് ഇഅ്തികാഫിലായിരിക്കെ മുടി ചീകിക്കൊടുത്തു എന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹുജ്റയിലേക്ക് അവിടുത്തെ ശിരസ് നീട്ടിക്കൊടുക്കും, അങ്ങനെ അവർ മുടി ചീകിക്കൊടുക്കുമായിരുന്നു എന്നു കാണാം. സഹോദരങ്ങളെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഅ്തികാഫിനിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യത്തിന് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ വിഷയം ഈ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടുത്തെ ശിരസ് പള്ളിയിൽ നിന്നും പുറത്തുപോയി ഇഅ്തികാഫിനെ ബാധിച്ചില്ല എന്ന് പറയാനുള്ള കാരണം ചർച്ചയുണ്ട്. കുറച്ച് ഒരു ഭാഗം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ മൊത്തത്തിൽ പുറത്തേക്ക് ഒരാൾ കടന്നാൽ, ഇവിടെ നോക്കൂ, അത്യാവശ്യത്തിന് ആണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിന് ഇതുപോലെയുള്ള അത്യാവശ്യങ്ങൾക്ക് ശരീരമോ ശരീരത്തിൻ്റെ ഭാഗമോ പുറത്തു കടക്കുക എന്നുള്ളത്, പള്ളിയിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളത് ഇഅ്തികാഫിനെ പൊളിച്ചു കളയുകയില്ല എന്നാണ് ആ മസ്അലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഫി റിവായ, മറ്റൊരു റിവായത്തിൽ കാണാം, വകാന ലാ യദ്ഖുലുൽ ബൈത ഇല്ലാ ലിഹാജത്തിൽ ഇൻസാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഇഅ്തികാഫിനിരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യത്തിനാണ് എങ്കിലേ പുറത്തേക്ക് പോവാൻ പാടുള്ളൂ. അത്യാവശ്യ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനങ്ങൾ, ഇതിനു വേണ്ടി ഒരാൾക്ക് പുറത്തേക്ക് പോകണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നതിന് ഒരാൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ചീകാൻ അവിടുത്തെ ശിരസ് പുറത്തേക്ക് കൊണ്ടുപോയതുപോലെയുള്ള അങ്ങനെയുള്ള ഒരാൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇഅ്തികാഫിന് ഇരുന്നിട്ട് കുറേ നേരം ഒരാൾ പുറത്തു പോയി സമയം ചിലവഴിച്ചാൽ ഇഅ്തികാഫ് ബാക്കി ഉണ്ടാവുകയില്ല എന്നതുകൂടി ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പഴയ കാലത്ത് മസ്ജിദും ഇപ്പം ഇന്ന് നമുക്കുള്ളതുപോലെയുള്ള സൗകര്യങ്ങൾ അന്ന് ഉണ്ടാവുകയില്ല. മസ്ജിദിനോട് ചേർന്ന് ടോയ്ലറ്റും അതുപോലെ അങ്ങനെയുള്ള ശുചിമുറികളും ഇത്ര സൗകര്യത്തോടെ ഉണ്ടാവുകയില്ല. അപ്പോൾ ചില ആളുകൾ വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു വരും. അപ്പോൾ പ്രാഥമിക ആവശ്യ കാര്യങ്ങളും അതല്ലെങ്കിൽ കുളിക്കുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരേണ്ടി വരും. അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി പുറത്തുപോയി തിരിച്ചു വരേണ്ട ഒരാവശ്യമുണ്ടെങ്കിൽ ഒരാൾക്ക് പോകാം. അപ്പോൾ പള്ളിയിലേക്ക് എത്തിക്കലാണ്, അഥവാ വല്ലാതെ പുറത്തേക്ക് പോവാതെ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുക എങ്കിൽ അതാണ് വേണ്ടത്. ഇനി ഭക്ഷണമില്ല എങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ പുറത്തുപോയി ഭക്ഷണം കഴിച്ച് ആ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരാം. ഇങ്ങനെ വളരെ അത്യാവശ്യമായ കാര്യത്തിന് വേണ്ടിയല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവിടുത്തെ വീട്ടിലേക്ക് പ്രവേശിക്കാറില്ലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണാം. ഇപ്പോൾ ഇഅ്തികാഫിൻ്റെ അസ്ൽ എന്നത് ബഖാഉൽ മസ്ജിദ്, പള്ളിയിൽ നിലകൊള്ളുക എന്നതാണ്. പള്ളിയിൽ സമയം കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇഅ്തികാഫിൻ്റെ അസ്ൽ, അടിസ്ഥാനം. അതുപോലെ വഫി റിവായ,
മറ്റൊരു റിവായത്തിൽ കാണാം അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ അവർ തന്നെ പറഞ്ഞു, ഇൻ കുൻതു ലഅദ്ഖുലുൽ ബൈത ലിൽ ഹാജതി വൽ മരീദു ഫീഹി ഫമാ അസ്അലു അൻഹു ഇല്ലാ വഅന മാറത്തുൻ. ഞാൻ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വീട്ടിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രോഗിയോട് ഞാൻ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയില്ല, ഞാൻ നടന്നുകൊണ്ടല്ലാതെ. ആ ഹദീസിൽ, ആ റിവായത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു അതിൻ്റെ ഉദ്ദേശം എഴ്തികാഫിനിരിക്കുന്ന ഒരാൾക്ക് രോഗിയെ സന്ദർശിക്കലോ ജനാസയെ അനുഗമിക്കലോ ഇതൊന്നും പാടില്ലാത്തതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ആവശ്യത്തിന് കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ രോഗിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ വർത്താനം എന്നൊക്കെ ചോദിച്ച് രോഗിയെ സന്ദർശിച്ച് അവിടെ നിൽക്കുകയില്ല. അത് പാടില്ല എന്നാണ്, അനുയോജ്യമല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അവരെങ്ങനെയാണ് ചോദിക്കുക? നടന്നു പോയിക്കൊണ്ട് പോകുന്ന വഴിക്കാണ് ചോദിക്കുക, എന്താണ് നിങ്ങളെ അവസ്ഥ എന്ന് ചോദിച്ചിട്ട് പോകും എന്ന് പറഞ്ഞതുപോലെ. നമ്മളാണെങ്കിൽ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ആണെങ്കിൽ മരുന്നൊക്കെ കുടിപ്പിച്ച് എന്നിട്ടൊക്കെയാണ് നമ്മൾ നടന്നു പോവുക. അപ്പം അത് എത്തിക്കാഫിനിരിക്കുന്ന ഒരാൾക്ക് എന്തല്ല, അനുയോജ്യമല്ല എന്നാണ് ആ പറഞ്ഞത്. ഒരാൾ എത്തിക്കാഫ് ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇത് അനുവദനീയമല്ല, പാടില്ല, എത്തിക്കാഫ് മുറിഞ്ഞു പോകും. ഇങ്ങനെ അനുവദനീയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, രോഗിയോട് വല്ലതും ചോദിക്കുക ഇല്ല വഅന മാറത്തുൻ, ഞാൻ നടന്നുകൊണ്ടല്ലാതെ ചോദിക്കുകയില്ലായിരുന്നു. അപ്പം അതിൽ നിന്നും മനസ്സിലാക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴ്തികാഫിൽ ഒരാൾക്ക് അനുവദനീയമല്ല. മറിച്ച് എഴ്തികാഫിലായിക്കൊണ്ട് അയാൾ പള്ളിയിൽ കഴിഞ്ഞുകൂടുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം സഹോദരങ്ങളെ, എഴ്തികാഫിൻ്റെ ലക്ഷ്യം അള്ളാഹുവുമായി ഒറ്റക്കിരിക്കുക എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഒന്നിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, റബ്ബിനുള്ള ആരാധനകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം തീർത്തും മറ്റുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിവാക്കി അങ്ങനെ കഴിഞ്ഞുകൂടുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യവും ആത്മാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ഈ പറഞ്ഞ ഇബാദത്ത് നിർവഹിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇനിയും ആ അധ്യായത്തിൽ 2 ഹദീസുകൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് വായിക്കാം. ഇന്ന് പൂർത്തീകരിക്കണം എന്ന് വിചാരിച്ചാണ്, കഴിഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും അടുത്ത ദർസിൽ ബാക്കിയുള്ള 2 ഹദീസുകൾ കൂടി വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതിൽ സംശയമൊന്നുമില്ലല്ലോ. എഴ്തികാഫ് എന്നത് എന്താണ്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമുക്ക് മനസ്സിലായി. എഴ്തികാഫിൻ്റെ സമയപരിധി എന്നത്, എഴ്തികാഫിൻ്റെ സമയപരിധി ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് 1 രാത്രിയാണ് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, അതേ റിവായത്ത് പ്രകാരം തന്നെ 1 രാവും 1 പകലും 1 ദിവസം മുഴുവനാണ് എന്ന അഭിപ്രായമുണ്ട്. വല്ലാഹു അലം. പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയ സമയം ഒരാൾക്ക് എഴ്തികാഫിൻ്റെ നിയത്തോടു കൂടി പള്ളിയിൽ ഇരിക്കാവുന്നതാണ്. ഒരാൾ മസ്ജിദിലേക്ക് കടന്നു വന്നു എഴ്തികാഫിൻ്റെ നിയത്തുമായി ഇരിക്കുകയാണെങ്കിൽ അയാൾ പിന്നീട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. അല്ലാഹു അലം. കാരണം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എഴ്തികാഫിൻ്റെ ഒരു പ്രത്യേക ഫളായിലോ ഇന്ന സമയം ഇരിക്കണം, ഇത്ര സമയം ഇരിക്കണം, ഇന്ന രൂപത്തിലിരുന്നാൽ ഇത്ര പ്രതിഫലം, ഇങ്ങനെ ഒന്നും ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് എഴ്തികാഫുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനമാണ് ഇതിനുള്ള തെളിവ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചിരുന്നു, അവിടുന്ന് നിരന്തരം സ്ഥിരമായി ഇത് ചെയ്തിരുന്നു എന്നതൊക്കെ നമ്മളിപ്പോൾ വായിച്ച ഹദീസിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ അതിൻ്റെ സമയപരിധി എന്നത് പ്രത്യേകമായി വന്നില്ല. എന്നാൽ ചില ഹദീസുകളിൽ ഇങ്ങനെയുള്ള സൂചനകൾ ഉള്ളത് കാരണത്താൽ പണ്ഡിതന്മാർ പറഞ്ഞു ഇങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. അതിൽ ശരിയായ അഭിപ്രായം 1 രാത്രി തന്നെ ഇരിക്കണമെന്നില്ല, 1 ദിവസം ഇരിക്കണമെന്നില്ല, എത്രയും ചുരുങ്ങിയ സമയം, ഒരാൾ 1 മിനിറ്റാണ് ഇരിക്കുന്നത്, എത്തിക്കാഫായി പരിഗണിക്കും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എത്തിക്കാഫിൻ്റെ നിയ്യത്ത് എന്നത് എല്ലാ നിയ്യത്തും പോലെ തന്നെ മനസ്സിലാണ്. ചില പള്ളികളിൽ നമുക്ക് കാണാം എത്തിക്കാഫിൻ്റെ നിയ്യത്ത് എന്ന് പറഞ്ഞ്
നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പല ആളുകളും അത് ചൊല്ലും, സാധുക്കൾ, ഇത് നിയ്യത്താണെന്ന് വിചാരിച്ചിട്ട്. നിയ്യത്ത് ചൊല്ലി പറയലില്ല, നിയ്യത്ത് മനസ്സിലാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ചുരുങ്ങിയ സമയമാണെങ്കിലും നമ്മൾ നിയ്യത്താക്കിയിട്ടിരുന്നാൽ ഇഅ്തികാഫിൻ്റെ പ്രതിഫലം കിട്ടും. ഇഅ്തികാഫിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഇനി വരാനുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് വരാനുണ്ട്. അതിലാണ് ആ ചർച്ച കൂടുതൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഹദീസുകൾ വായിക്കാം. അതേപോലെ തന്നെ മറ്റൊരു ചർച്ച ഉള്ളത് അതുകൂടി ഓർമ്മ വന്നപ്പോൾ പറയാം. ഇഅ്തികാഫ് എന്നത് നോമ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ അല്ല സ്വതന്ത്രമായ ഒരു ഇബാദത്താണോ എന്നത് ചർച്ചയുണ്ട്. കാരണം പണ്ഡിതന്മാർ റമളാനിലാണ് അതല്ലെങ്കിൽ നോമ്പിൻ്റെ കൂടെയാണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം റമളാനിലാണ് അവിടുന്ന് ഇഅ്തികാഫ് ഇരുന്നിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പിൻ്റെ കൂടെ മാത്രമേ ഇഅ്തികാഫ് ഉള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത സമയത്തും ഇഅ്തികാഫ് ഇരിക്കാം എന്നും അഭിപ്രായമുണ്ട്. വല്ലാഹു അലം, രണ്ടാമത്തെ അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. അത് അറിയിക്കുന്ന ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് വരാനുണ്ട്. നേരത്തെ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ അത് വരാനുണ്ട്. അപ്പം അങ്ങനെ ഒരു ചർച്ചയുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ കിതാബു സിയാമിൻ്റെ കൂടെ ബാബുൽ ഇഅ്തികാഫ് കൊടുക്കുന്നത്. നോമ്പുമായി ബന്ധപ്പെട്ട അധ്യായം വിശദീകരിക്കുമ്പോഴാണ് ഇഅ്തികാഫിൻ്റെ ബാബ് എടുത്തു കൊടുക്കാറുള്ളത്. കാരണം ഇത് റമളാനിലാണ് അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇബാദത്താണ് എന്നത് ചർച്ചയുണ്ട്. വല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് ഏതായാലും ബാക്കി നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല രൂപത്തിൽ അവനുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ, അത് സ്വീകരിക്കപ്പെടുന്നതായി മാറാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.